തമിഴ് സിനിമ കെ ബാലചന്ദർ സംവിധാനം ചെയ്ത മൂன்று മുടിച്ച്. ശ്രീദേവിയുടെ നായിക ജീവിതത്തിലെ നിർണായക ഘട്ടം. അവളുടെ മുന്നിൽ അന്നത്തെ രണ്ട് വലിയ താരങ്ങൾ കമൽഹാസൻ, രജനികാന്ത്. വെറും 13 വയസ്സുള്ള പെൺകുട്ടി. പക്ഷെ ആ പെൺകുട്ടി അധികം വൈകാതെ ആ രണ്ട് മഹാനടന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ സ്വന്തം വ്യക്തിത്വം സ്ഥാപിച്ചു. അവൾ ഇനി ബേബി ശ്രീദേവി മാത്രമായിരുന്നില്ല, നായിക ശ്രീദേവിയായിരുന്നു. ശ്രീദേവി തമിഴിലും തെലുങ്കിലും വലിയ താരമായി വളരുമ്പോഴാണ് ഹിന്ദി സിനിമയിലേക്കുള്ള യാത്ര. 1979 സോൾവാ സവാൻ. എന്നാൽ ഹിന്ദി സിനിമയിൽ അവളുടെ യഥാർത്ഥ ശക്തി തെളിഞ്ഞത് പിന്നീട് ഹിമ്മത് വാല. ജിതേന്ദ്രയ്ക്കൊപ്പം അഭിനയിച്ച ഈ ചിത്രം വലിയ വിജയമായി. അതിനുശേഷം ശ്രീദേവിയുടെ കരിയർ ശരിക്കും പൊട്ടിത്തെറിച്ചു എന്ന് തന്നെ പറയണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് നായകന്മാർക്ക് പ്രാധാന്യം കൂടുതലുണ്ടായിരുന്ന ഹിന്ദി സിനിമയുടെ കാലമായിരുന്നു. പക്ഷെ ശ്രീദേവി അവിടെ ഒരു വ്യത്യസ്ത സമവാക്യം സൃഷ്ടിച്ചു. നായകൻ ആരാണ് എന്ന ചോദ്യത്തെക്കാൾ ശ്രീദേവിയാണ് അതിലുണ്ടോ, അഭിനയിക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രധാനമാകുന്ന തരത്തിൽ. നഗീന, ഒരു ഇച്ഛാധാരി നാഗിനിയുടെ വേഷം. ശ്രീദേവിയുടെ നൃത്തം, മുഖഭാവങ്ങൾ, കണ്ണുകളിലെ ശക്തി, അവളുടെ സ്ക്രീൻ പ്രസൻസ്. ചിത്രം വൻ വിജയമായി. ഇതോടെ ഹിന്ദി സിനിമയിലെ ഒരു പുതിയ യാഥാർത്ഥ്യം വ്യക്തമായി. ഒരു നായികയ്ക്ക് മാത്രം ഒരു സിനിമയുടെ മുഴുവൻ ഭാരം ചുമക്കാൻ കഴിയും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു രസകരമായ എപ്പിസോഡ് ഇനിയും കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.